ഹലോ ഫ്രണ്ട്സ്, ഇൻഷ ഇന്നോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നല്ല രുചിയും അതുപോലെ തന്നെ ഒരുപാട് ന്യൂട്രീഷൻസും അടങ്ങിയിട്ടുള്ള നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ ഉണ്ടാവുന്ന ഒരു പഴമാണ് അബിയു. ഈ പഴം അധികം കണ്ടുവരുന്നത് അമേരിക്കയിലുള്ള ആമസോൺ കാടുകളുള്ള പ്രദേശങ്ങളിലും ബ്രസീലിലുമാണ്. അബിയു ഫ്രൂട്ട് കഫക്കെട്ട്, ആസ്മ, ശ്വാസതടസ്സം എന്നീ പ്രോബ്ലമുള്ള ആളുകൾക്ക് ഇത് വളരെ നല്ലതാണ്. കണ്ണിനും വളരെ നല്ലതാണെന്ന് ബ്രസീലിലെ റിസർച്ചിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. കേരളത്തിലേക്ക് ഈ പഴം എത്തിയിട്ട് അധികമായിട്ടില്ല. മാർക്കറ്റിൽ ഇതിന് കിലോ 400 രൂപയോളം വില വരുന്നുണ്ട്. വീഡിയോയിൽ അബിയു ഫ്രൂട്ടിന്റെ ഉപയോഗത്തെക്കുറിച്ച് പറയാം. ബ്രസീലിൽ നിന്നും കേരളത്തിലെത്തിയ ഫ്രൂട്ടാണ് അബിയു. കോട്ടയുടെ ഗണത്തിൽ വരുന്ന ഫ്രൂട്ടാണിത്. തുടക്കത്തിൽ പച്ച നിറത്തിലാണ് ഇതിന്റെ കായ്കൾ കാണുക. ഈ ഫ്രൂട്ട് പാകമായി കഴിഞ്ഞാൽ നല്ല മഞ്ഞ നിറത്തിലായിരിക്കും. നല്ല മഞ്ഞ നിറമായാൽ മരത്തിൽ നിന്ന് പറിച്ച് കഴിക്കാവുന്നതാണ്. പല വെറൈറ്റി അബിയു ഫ്രൂട്ട് നഴ്സറികളിൽ അവൈലബിൾ ആണ്. ഇതിൽ പെടുന്നതാണ് ജെയിന്റ് അബിയു, Z2, Z3, Z4. ഇത്തരത്തിലുള്ള വെറൈറ്റി അബിയു ഫ്രൂട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. ജെയിന്റ് അബിയു പഴത്തിൻ്റെ വലിപ്പം കൂടുതലായിരിക്കും. 600 ഗ്രാം വലിപ്പം ഉണ്ടാവും അതിന്. Z4 കുറച്ച് പൊക്കം കൂടുതലാണ്. വിവിധ വെറൈറ്റികൾ നഴ്സറികളിൽ നിന്ന് ലഭ്യമാണ്. എല്ലാത്തിൻ്റെയും ഫ്രൂട്ടിൻ്റെ രുചി സെയിം ആണ്. അകക്കാമ്പിൻ്റെ ടെക്സ്ചറും അതിൻ്റെ കുരുവുമെല്ലാം ഏകദേശം ഒരുപോലെയാണ്. ചില അബിയു ഫ്രൂട്ടിൽ ഒരു കുരുവായിരിക്കും, ചിലതിൽ 4 കുരുവോളം വരുന്നതായിരിക്കും. പുറം ഷേപ്പിലും മരത്തിൻ്റെ ഇലകൾക്കുമാണ് ഷേപ്പ് വ്യത്യാസം ഉള്ളത്. വിത്ത് മുളപ്പിച്ചിട്ടാണ് തൈകൾ ഉണ്ടാക്കുന്നത്. സ്ഥല സൗകര്യമില്ലാത്തവർക്ക് ഡ്രമ്മിലും ബാനലിലും വെച്ച് പിടിപ്പിക്കാവുന്നതാണ്. വൈറ്റമിൻ സി, കാൽസ്യം, അയൺ ധാരാളം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഈ പഴം മുറിച്ച് കഴിഞ്ഞാൽ വെള്ള മധുരമുള്ള പഴക്കാമ്പാണ് നമുക്ക് കിട്ടുന്നത്. സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലം നോക്കി തൈകൾ നടാൻ ശ്രമിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വളങ്ങൾ ചേർക്കുമ്പോൾ നന്നായിട്ട് നനച്ചു കൊടുക്കാൻ ശ്രമിക്കുക. പല ഷേപ്പുകളിലും അബിയു ഫ്രൂട്ട് കാണാവുന്നതാണ്. റൗണ്ട് ഷേപ്പ്, നിപ്പിൾ ഷേപ്പ് ഇതിൻ്റെ പഴങ്ങൾ കാണാവുന്നതാണ്. ജ്യൂസ്, ഐസ്ക്രീം, പുഡിംഗ് എന്നിവയെല്ലാം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. കേക്ക്സും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഈ ഫ്രൂട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കുകയാണെങ്കിൽ ടേസ്റ്റ് കൂടുതലായിരിക്കും. അബിയു ഫ്രൂട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏകദേശം 5 വർഷത്തോളമായിട്ടേ ഉള്ളൂ കേരളത്തിൽ വന്നിട്ട്. നമ്മുടെ നാട്ടിലെ ട്രെൻഡിങ് ആയ റംബുട്ടാൻ ഫ്രൂട്ടിനെ പോലെ തന്നെ യുണീക്കായിട്ടുള്ളൊരു ഫ്രൂട്ടായി ഭാവിയിൽ ഇത് മാറുമെന്ന് ഒരു സംശയവുമില്ല. കാരണം ഇത് ഒരു വെറൈറ്റി ഫ്രൂട്ടാണ്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് ടെൻഡർ കോക്കനട്ട്, മധുരമുള്ള കരിക്കിൻ്റെ ഒരു ടേസ്റ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. റംബുട്ടാൻ, മാംഗോസ്റ്റീൻ എന്നിവ പോലെ ഭാവിയിൽ ഇത് വളരെ ഡിമാൻഡുള്ളൊരു പഴമായി മാറിയേക്കാം. റംബുട്ടാനും മാംഗോസ്റ്റീനും കഴിഞ്ഞാൽ വെറൈറ്റി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്രൂട്ടാണ് അബിയു. അബിയു ഫ്രൂട്ടിനൊരു വെറൈറ്റി ടേസ്റ്റ് ആയതുകൊണ്ട് അത് ഇഷ്ടപ്പെടുന്നവരുമുണ്ട്, ഇഷ്ടപ്പെടാത്തവരും ഉണ്ട്. ചൂട് സമയത്ത് അബിയു ഫ്രൂട്ടിൻ്റെ ടേസ്റ്റ് അടിപൊളിയായിരിക്കും. തണുപ്പ് സമയത്തേക്കാട്ടിൽ കൂടുതൽ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് ചൂട് സമയത്താണ്. അബിയു ഫ്രൂട്ട് കഴിച്ചിട്ടുള്ളവർ അതിൻ്റെ അഭിപ്രായം ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ. ഇനി കഴിച്ചിട്ടില്ലാത്തവർ പറ്റുമെങ്കിൽ ഇതിൻ്റെ ഒരു തൈ വാങ്ങി വീട്ടിൽ വെച്ച് പിടിപ്പിക്കുക.